പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിവോഴ്സ് അഥവാ വിവാഹമോചനം, ഡിവോഴ്സ് എന്ന് പല പേരിൽ അറിയപ്പെടുന്ന വിവാഹമോചനത്തെക്കുറിച്ചാണ്, വിവാഹമോചനത്തിൻ്റെ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കുറേയധികം ആളുകൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, സംശയങ്ങളുടെ നിവാരണം എന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഡിവോഴ്സിൻ്റെ നിയമം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് വിവാഹമോചനം ലഭിക്കണമെങ്കിൽ എന്തൊക്കെ കടമ്പകളാണ് കടക്കേണ്ടത്, അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെ കടമ്പകളാണ്, എങ്ങനെയൊക്കെ ഡിവോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ക്രിസ്ത്യൻ, ഹിന്ദു മതവിഭാഗത്തിലുള്ള ആളുകളുടെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മുസ്ലിം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ബേസിക്കലി ഇത് മൂന്നും ഒരേപോലെ ആണെങ്കിലും മുസ്ലിം വിവാഹമോചനത്തിന് ചില മാറ്റങ്ങളുണ്ട്, അല്ലെ ചില എളുപ്പ വഴികളുണ്ട്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട്, അതായത് രജിസ്റ്റർ വിവാഹം ചെയ്ത ആളുകൾ എന്നിവരുടെ വിവാഹമോചനത്തെ പറ്റി നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ സിനിമകളിലൊക്കെ കണ്ട് പരിചയമുള്ള വിവാഹമോചനം എന്ന് പറയുന്നത് ഒരാൾ ഒരു ഡിവോഴ്സ് നോട്ടീസ് അയച്ചു, അതിൽ ഒപ്പിടുന്നതോടുകൂടി ഡിവോഴ്സ് ആയി, അല്ലെങ്കിൽ മ്യൂച്വൽ പരസ്പര സമ്മതത്തോടുകൂടിയുള്ള വിവാഹമോചനം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ടാൽ നടക്കും എന്നൊക്കെ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളുണ്ട്. കോടതിയിൽ പോകാതെ ഡിവോഴ്സ് ചെയ്യാം എന്ന വ്യാമോഹമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം സിനിമകളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ടാവും. എന്നാൽ അങ്ങനെയല്ല, രണ്ട് തരത്തിൽ നിങ്ങൾക്ക് വിവാഹമോചനം നടത്താം. അതിൽ ഒന്നാമത്തത് പരസ്പര സമ്മതത്തോടുകൂടി ഉഭയസമ്മത പ്രകാരമുള്ള മ്യൂച്വൽ ഡിവോഴ്സാണ്. രണ്ടാമത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും നിങ്ങൾക്ക് വിവാഹമോചനം വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതി മുഖാന്തരം ഒരു വിവാഹമോചനത്തിനുള്ള ഹർജി ഫയൽ ചെയ്താൽ വിവാഹമോചനം ലഭിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 6 മാസത്തിൽ താഴെ സമയം കൊണ്ട് നിങ്ങളുടെ വിവാഹമോചനം നിങ്ങൾക്ക് കോടതി വഴി സാധ്യമാകും. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ അടിസ്ഥാനം? അതിൽ ആദ്യം വേണ്ടത് പരസ്പര സമ്മതമാണ്. വിവാഹമോചനത്തിന് ഇരു പങ്കാളികളിൽ 2 പേരും ആദ്യം തന്നെ തയ്യാറാകണം, എങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ. ഇത്തരത്തിൽ ഉഭയസമ്മത പ്രകാരമുള്ള വിവാഹമോചനത്തിന് ഒരുങ്ങും മുമ്പ് നിങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ, അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്നിവ ചർച്ച ചെയ്ത് ഒരു രമ്യതയിൽ എത്തിയതിനു ശേഷം മാത്രം മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് പോവുക. ഇത്തരത്തിൽ നിങ്ങൾ വിവാഹമോചിതരാകാൻ റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 2 പേർക്കും ഓരോരോ വക്കീലിനെ സമീപിക്കാം, അല്ലെങ്കിൽ 2 പേർക്കും കൂടി മ്യൂച്വൽ ആണെങ്കിൽ ഒരു വക്കീലിൻ്റെ, ഒരു അഡ്വക്കേറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു വക്കീലിനെ പോയി സമീപിക്കുക, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക. അതിനുശേഷം പരസ്പര സമ്മതപ്രകാരം വിവാഹമോചനം നടത്തുന്നതിന് വേണ്ട ഹർജി കോടതിയിൽ ഫയൽ ചെയ്യുകയാണ് ചെയ്യുക. ഇത്തരത്തിൽ ഹർജി ഫയൽ ചെയ്തതിനു ശേഷം ഇരു കൂട്ടർക്കും ഒരു കൗൺസിലിംഗ് സെഷൻ കോടതിയിൽ നിന്ന് ലഭ്യമാക്കും. ഈ കൗൺസിലിംഗ് സെഷൻ എന്ന് പറയുന്നത് പരസ്പര സമ്മതപ്രകാരമാണോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയാണോ, അല്ലെങ്കിൽ ഇനി ഒരുമിച്ച് പോകാൻ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു കൗൺസിലിംഗ് സെഷൻ നൽകുന്നത്. ഇത്തരത്തിലൊരു കൗൺസിലിംഗ് സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തെളിവെടുപ്പിലേക്ക് പോകും. ഇരു കൂട്ടരും കോടതിയിൽ കയറി ജസ്റ്റ് മൊഴി പറയണം. അതായത് നിങ്ങൾ പരസ്പര സമ്മതപ്രകാരമാണ് വിവാഹമോചനത്തിന് തയ്യാറായത്, ഇതിന് മറ്റാരുടെയും സമ്മർദ്ദമോ അല്ലെങ്കിൽ ഭീഷണിയോ അല്ലെങ്കിൽ വഞ്ചനയോ ഒന്നുമില്ല എന്നുള്ള കാര്യം കോടതിയിൽ പറയുക. അതിനുശേഷം കോടതി നിങ്ങൾക്ക് ഡിവോഴ്സ് അനുവദിക്കുന്നതാണ്. ഇത് 6 മാസത്തിൽ താഴെ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലൊരു പരസ്പര സമ്മതപ്രകാരമുള്ള വിവാഹമോചനം സാധ്യമാവുന്നതാണ്. ഇനി പരസ്പര സമ്മതമില്ലാതെ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് നമ്മുടെ പങ്കാളിയിൽ നിന്നും വിവാഹമോചനം വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് വാലിഡായിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് കോടതിയിൽ വിവാഹമോചനത്തിനായിട്ടുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലൊരു ഹർജി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ വിവാഹമോചനം തേടുന്നത്, അതിന് കുറേയധികം റീസൺസ് ഉണ്ട്, അല്ലെങ്കിൽ കാരണങ്ങളുണ്ട്. 7 കാരണങ്ങളാണ് പൊതുവായിട്ട് ഡിവോഴ്സ് നൽകുന്നതിന് അല്ലെങ്കിൽ ലഭിക്കുന്നതിന് വേണ്ട കാരണങ്ങൾ. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഇതിൽ സാധാരണ നമുക്കറിയാം, ഒന്നെങ്കിൽ ഇരു കൂട്ടരും തമ്മിൽ പൊരുത്തപ്പെടാൻ പറ്റാതെ പോവുക, അല്ലെങ്കിൽ ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ക്രൂയൽറ്റി, അല്ലെങ്കിൽ അഡൾട്ടറി, പരപുരുഷ അല്ല പരസ്ത്രീ ബന്ധം തുടങ്ങിയ, അല്ലെ സംശയരോഗം, അല്ലെ ഉപദ്രവം, എന്ന് തുടങ്ങിയ നിരവധി കാരണങ്ങളുണ്ടാകാം. അതിൽ 7 കാരണങ്ങളാണ് നിയമം പറയുന്നത്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹർജി ഫയൽ ചെയ്യാം. അത്തരത്തിൽ ഹർജി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കും. ഇനി ഇത്തരത്തിൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ എതിർകക്ഷി ഹാജരാകണം, അല്ലെങ്കിൽ വക്കീൽ മുഖാന്തരം ഹാജരാകണം. ഹാജരായി കഴിഞ്ഞാൽ അവിടെയും ഒരു കൗൺസിലിംഗ് ഉണ്ടാവും.
പിന്നെ ഒരു മീഡിയേഷൻ ഉണ്ടാവും. ഇതിനൊക്കെ ശേഷമാണ് അടുത്ത നടപടിയിലേക്ക് പോകുന്നത്. ഇതിൻ്റെ ആക്ഷേപം, ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ അല്ലെ അതിൽ എതിർകക്ഷിയുടെ ആക്ഷേപം ഫയൽ ചെയ്യുക, അത് തന്നെ തെളിവെടുക്കും. സാധാരണ നടപടിക്രമം പോലെ തെളിവെടുപ്പുണ്ടാവും. അതായത് നിങ്ങളെ വിസ്തരിക്കും, അതുപോലെ തന്നെ എതിർകക്ഷിയെ വിസ്തരിക്കും. ശേഷം വാദം പൂർത്തീകരിച്ച് വിധി വരികയാണ് ചെയ്യുന്നത്. സാധാരണ അതിൽ 2 വർഷം മുതൽ 3 വർഷം വരെ അല്ലെങ്കിൽ അതിലധികമോ ഇത്തരത്തിലുള്ള വിവാഹമോചനം ലഭിക്കാൻ സമയം എടുക്കാറുണ്ട്. ഇനി ഈ വിവാഹമോചനവുമായി നിങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ വിവാഹമോചന ഹർജി ഫയൽ ചെയ്തു, അതുമായി മുന്നോട്ട് പോകുന്ന വേളയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പരസ്പര സമ്മതപ്രകാരമുള്ള വിവാഹമോചനത്തിന് ഹർജി ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. കോടതി മുഖാന്തരം തന്നെ അത്തരത്തിൽ എളുപ്പത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിവാഹമോചനമല്ലാതെ പങ്കാളി പിരിഞ്ഞു പോയ അവസ്ഥയാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ് എന്ന് പറഞ്ഞ ഒരു പെറ്റീഷൻ നമുക്ക് ഫയൽ ചെയ്യാൻ സാധിക്കും. അതായത് ദാമ്പത്യ ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നമുക്ക് ഹർജി ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. ഇനി ഈ രണ്ടാമത് പറഞ്ഞ വിവാഹമോചനത്തിൽ വേറൊരു എക്സെപ്ഷൻ ഉണ്ട്. ഈ 2-3 വർഷം എടുക്കാതെ വിവാഹമോചനം ലഭിക്കുമോ എന്നുള്ള ഒരു കാര്യം പലരും ചോദിക്കാറുണ്ട്. അതും സാധ്യമാണ്. എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഭാര്യയാവട്ടെ ഭർത്താവട്ടെ വിവാഹമോചന ഹർജി ഫയൽ ചെയ്തു. ഇത്തരത്തിൽ ഹർജി ഫയൽ ചെയ്ത് കോടതിയിൽ നിന്ന് നോട്ടീസ് എത്തുമ്പോൾ കൈപ്പറ്റിയിട്ടും എതിർകക്ഷി ഹാജരാകുന്നില്ലെങ്കിൽ, 1-2 തവണ ശ്രമിച്ചതിന് ശേഷവും എതിർകക്ഷി ഹാജരാകുന്നില്ലെങ്കിൽ അവരെ എക്സ്പാർട്ടിയാക്കും. അതായത് അവരുടെ ഭാഗം കേൾക്കാതെ നിങ്ങൾ പറഞ്ഞ ഭാഗം മാത്രം കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡിവോഴ്സ് ഡിഗ്രി, വിവാഹമോചനം അനുവദിച്ചുകൊണ്ട് ഒരു ഓർഡർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത്തരത്തിലുള്ള വിവാഹമോചന ഓർഡർ നമുക്ക് 1 വർഷത്തിൽ താഴെ സമയം കൊണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും പലർക്കും ആകാംക്ഷയുള്ള കാര്യമാണ്, ഈ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഈ എന്തെങ്കിലും പൈസ അല്ലെങ്കിൽ സ്വർണം കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടെങ്കിൽ അത് ലഭിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അത്തരത്തിൽ ലഭിക്കാൻ മാർഗമുണ്ട്. അതായത് സ്വർണവും പൈസയും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ത്രീധനം അല്ലെങ്കിൽ പൊതുസ്വത്തവകാശം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ വാങ്ങിക്കാൻ മറ്റൊരു ഹർജി നമുക്ക് ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മെയിൻ്റനൻസ്, കുട്ടികളുടെയും അല്ലെങ്കിൽ ഭാര്യയുടെ മാസ ചിലവിന് വേണ്ട പണം ലഭിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ചിലവ് മേടിക്കുവാൻ വേണ്ടി നമുക്ക് ഹർജി ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മറ്റൊരു വീഡിയോ ആയി ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ നിത്യജീവിതത്തിൽ നിയമപ്രശ്നങ്ങൾക്ക് ലളിതമായ രീതിയിലുള്ള ഉത്തരമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോയിൽ കാണും വരെ ബൈ. താങ്ക് യു.